ഹേ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പിരിറ്റ് കടത്താൻ പോവുകയാണ്. നമ്മൾ പരമശിവത്തിൻ്റെയൊക്കെ പോലെ നമ്മൾ 2 ലോറിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് നാറൂട്ടോ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് സ്പിരിറ്റ് കടത്താൻ പോകുന്നത്. അപ്പം നാറൂട്ടോ ഗ്രൂപ്പിൻ്റെ കുറച്ച് ഷെഡിൽ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. ഇവർ പുതിയ പാർക്കിംഗ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഫ്രീ ആയിട്ട്. അതുകൊണ്ടാണ് ഇവിടെ എക്സ്പെൻസീവ് വണ്ടിയൊക്കെ അല്ലാതെ നാറൂട്ടോൻ്റെ അല്ല കേട്ടോ. അവിടെ എല്ലാ വണ്ടിയിലും പേരുണ്ട്, അതുകൊണ്ട് തിരിച്ചറിയാൻ വല്ല കുഴപ്പമൊന്നുമില്ല, നമ്മളെ വണ്ടി പോലെ. അപ്പം നമ്മളത് ത്രിലോകത്തിൻ്റെ ബ്ലൂ നമ്മളെ എന്തായിരുന്നു എഡിഷൻ നെയിമൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഈ വണ്ടിക്കാണ് ഞാൻ എഡിഷൻ നെയിം അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും വലിയ റെസ്പോണ്ടൊന്നും തന്നില്ല. അപ്പോൾ ഈ വീഡിയോയുടെ കമൻസിൽ എഡിഷൻ നെയിം എല്ലാവരും പറ്റണ പോലെ ഒന്ന് എല്ലാവർക്കും തോന്നുന്നൊരു എഡിഷൻ നെയിം, ഞാൻ കുറച്ച് എഡിഷൻ നെയിം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഡിഷൻ നെയിം നിങ്ങൾ റീടൈപ്പ് ചെയ്തിട്ടാൽ മതി. അതാകുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന നെയിം ഇടാം. നമുക്ക് ഏതായാലും വണ്ടി എടുത്ത് പോകാം, നമുക്ക് ലൊക്കേഷൻ വയ്ക്കാം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാവും സ്പിരിറ്റ് എടുക്കാൻ. കാരണം നമ്മൾ സിറ്റിയിൽ സ്പിരിറ്റ് എടുക്കണ വേറെ സ്ഥലമൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നമ്മളെ വാട്ടർ അതോറിറ്റിയുടെ സ്ഥലത്തേക്കാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സീക്രട്ടായിട്ട് ഒരു സ്പിരിറ്റ് കച്ചവടം നടത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവരുടെ അടുത്തേക്കാണ് നമ്മൾ സ്പിരിറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കേതായാലും പോവാം. ഇപ്പം നാറൂട്ടോൻ്റെ ഷെഡിലാണ് ഞാൻ രാവിലെ തന്നെ പോയത്. ശരിക്കും എനിക്ക് എൻ്റെ ഷെഡിൽ നിന്നാണ് എളുപ്പം. പിന്നെ നാറൂട്ടോൻ്റെ ലോറിക്ക് ചെറിയ തകരാറുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് റെഡിയാക്കാനൊക്കെ പോയി രാവിലെ. ഇപ്പോൾ ഏകദേശം ഉച്ചയാവാനായിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്താണ് ഈ സ്പിരിറ്റ് നമുക്ക് കൊടുക്കാനുള്ളത് ട്രോപ്പിക്കലിലേക്കാണ്, അവിടെ ഒരു കമ്പനിയിലേക്കാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് സ്പിരിറ്റ് കൊടുക്കുന്നത്, ആദ്യമായിട്ടാണ് എടുക്കുന്നതും ആദ്യമായിട്ടാണ് കൊടുക്കുന്നതും. അപ്പം നമ്മളേതായാലും ടോളൊക്കെ കൊടുത്ത് ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് നമുക്കിനി വരണ വഴിക്കാണ് ചെക്ക് പോസ്റ്റിന് കുഴപ്പം. പോണ വഴിക്ക് ചെക്ക് പോസ്റ്റ് വലിയ സീനില്ല. അപ്പം ഏതായാലും ഇനി കുറച്ച് മ്യൂസിക് കേൾക്കാം. Every night are we paradise seems so far away. Still try to buy myself some time to get me to that place. All I want is you. Staying up till we want to. Tell you what I bet that we could see it new. പറ്റൂല, അതുകൊണ്ട് നമുക്കിത് സൈഡിലാണ് വാട്ടർ, അങ്ങോട്ട് തിരിക്കണം. ഈ സ്പീഡ് സൈഡിൽ പോയി നമുക്ക് സ്പിരിറ്റ് എടുത്തിട്ട് കാണാം. അപ്പോൾ സ്പിരിറ്റൊക്കെ എടുത്തു. നമ്മൾ അവിടെ വീഡിയോ എടുക്കാൻ പറ്റൂലെന്ന് അത്രയും അവിടെ ഇതുപോലും കാണിക്കരുത് പറഞ്ഞതാണ് ആ ഒരു ഫാക്ടറി പോലും. അപ്പം നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്, അതോട് ക്ഷമിക്കണം. ഈ പാർട്ടിൽ വലിയതായിട്ട് അതായത് എക്സ്പ്ലോർ നിങ്ങൾക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന, അതായത് എൻ്റർടൈൻമെൻറ്റായിട്ട് വലുതായിട്ടൊന്നും ഇല്ല ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ അടുത്ത പാർട്ട് ഇതിനെക്കാട്ടും ഹെവി എൻ്റർടൈൻമെൻ്റ് ആവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രോപ്പിക്കലിലേക്ക് ഈ 2 ലോഡ് കൊണ്ട് പോകുന്ന വീഡിയോ ആണ് എടുത്തത്. ഈ ലോഡ് നമ്മളിപ്പോൾ നാറൂട്ടോൻ്റെ ഷെഡ് കൊണ്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ നിർത്തിയതിനാന്ന് വെച്ചാൽ വരുന്ന വഴിക്കൊരു ആക്സിഡൻറ്റ്, അതായത് ഇടിച്ച് എൻ്റെ വണ്ടി ചെക്ക് പോസ്റ്റിൽ. എല്ലാവരും കണ്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മ്യൂസിക്കിൻ്റെ ഇടയിലായിപ്പോയി. അപ്പം ഇവിടുന്ന് നമ്മളെ ഷെഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, ത്രിലോകത്തിൻ്റെ. അപ്പോൾ അവിടുന്ന് വണ്ടി ഒന്ന് മറ്റേ റെഡിയാക്കി വെച്ച് നമ്മൾ വണ്ടി ശരിയാക്കി. ഒരു വരുന്ന വഴിക്ക് ചെറുതായിട്ട് ഇതേപോലെ അവിടെ ഒന്ന് തട്ടി, അപ്പോൾ അത് റെഡിയാക്കിയിട്ട് നമ്മൾ പോവുകയാണ്. പിന്നെ നേരെ നാറൂട്ടോൻ്റെ ഷെഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഷെഡ് പോയിട്ട് നേരെ നമുക്ക് ഷെഡിൽ ഈ ലോഡ് കൊണ്ടിട്ട് നമുക്ക് ഈ ലോറി തിരിച്ച് വരണം. പിന്നീട് നമുക്ക് അടുത്ത ദിവസം ഈ ലോഡ് നാറൂട്ടോൻ്റെ ഷെഡിൽ നിന്ന് എടുത്തിട്ട് തിരിച്ച് വരണം. അതിൻ്റെ പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാറൂട്ടോൻ്റെ ഷെഡിൽ തന്നെ ഈ ലോറി വയ്ക്കാം. എന്നിട്ട് അവിടുന്ന് നമ്മുടെ നാറൂട്ടോട്ട് നിബ്രോ നമ്മളാക്കി തന്നോളും. അവിടെ കുറേ കാറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വണ്ടിയിലാക്കി തന്നോളും. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് ഏതായാലും ബസ്സൊക്കെ പഠിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഇന്ന് നല്ല ട്രാഫിക് കുറവാണ് സിറ്റിയിൽ. അപ്പോൾ നമുക്ക് ഒരു ഊടുവഴി എടുത്ത് പോകാം. ഇതിലൂടെ എടുക്കുന്നതാണ് നല്ലത്. ഒരു ഹൈവേക്ക് പോകണം, എനിക്കറിയില്ല.
നിക്കുബ്രോ എന്താ പറയുന്നത്, നിക്കുബ്രോൻ്റെ വോയിസ് ഈ വീഡിയോയിൽ കൊടുക്കണ്ട പറഞ്ഞു. ഈ കുറച്ച് പനിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആണ് നിക്കുബ്രോൻ്റെ വോയിസ് ഇല്ലാത്തത്. അപ്പം ഒക്കെ പോവാം നേരെ. ഈ വഴി തന്നെ പോകണോ അതോ നമ്മൾ ഈ വഴി തന്നെ പോയിട്ടുണ്ട്. അവിടെ ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ ടയർ പഞ്ചറായി തോന്നും. അത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ ഏത് വഴി പോകണമെന്ന് വെച്ചാൽ നിന്നത്. നമ്മൾ ടയറൊക്കെ റെഡിയാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇനി നമ്മൾ അവിടെ ഗ്യാരേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു പണിയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോഡ് അവിടെ നറുട്ടോയുടെ ഷെഡിൽ പറയുന്നത് നറുട്ടോയുടെ വണ്ടികൾ എപ്പോഴും പോലീസ് പിടിക്കുന്നതാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവിടെ പോലീസ് ചെക്കിങ് ഉണ്ടാവും ഒരു ഷെഡിൽ. അപ്പോൾ അവിടെ നമുക്ക് ഡയറക്റ്റ് ഈ കണ്ടെയ്നർ കൊണ്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ ഷെഡിൽ വെക്കാൻ പറ്റില്ല, കാരണം മെയിൻ ഹൈവേൻ്റെ സൈഡിലാണ് വെക്കാൻ. ആ മലയാണ് സ്ഥലമുള്ളത്, പക്ഷെ അവിടേക്ക് ഈ ട്രെയിലർ കൊണ്ടുപോകാൻ തന്നെ നല്ല റിസ്ക്കാണ്. പിന്നെ എന്തെങ്കിലും പറ്റിയാൽ ഈ കമ്പനിക്കാർ സീനാക്കും. അതുകൊണ്ട് നമുക്കിത് ചെക്ക് പോസ്റ്റ് എത്തി. അവിടെ പറഞ്ഞ് ഏൽപ്പിക്കാൻ നികുബ്രോ ഏൽപ്പിക്കുമോ, നമ്മൾ പോകേണ്ടി വരുമോ എന്നറിയില്ല. നികുബ്രോ ഏൽപ്പിക്കുമായിരിക്കും. ഇറങ്ങണമെങ്കിൽ ഇറങ്ങിയാവട്ടെ. ഏതായാലും നമ്മൾ വണ്ടി കൂടി ഉള്ളതല്ലേ, ഇപ്പോൾ രണ്ടാളെ ഇറങ്ങാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ അവർക്ക് ഡൗട്ട്. നികുബ്രോ ഓടി ഇതിൻ്റെ അടുത്തേക്ക് വരിക, അങ്ങോട്ട് ഓടപ്പെട്ടാൽ. അപ്പോൾ നമുക്ക് അവിടെ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫുള്ള് ഒരു ചെക്ക് പോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ക്യാഷ് അവിടെ വിളിച്ച് പറഞ്ഞിട്ട്, അതായത് ചെക്ക് പോസ്റ്റിൽ കുറച്ച് പൈസ അറിയണം. കാരണം ചെക്കിങ് ഒരു പോലീസ് ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് സ്കാൻ ചെയ്തിട്ട് തിരിച്ചറിയുന്ന ഒരു ടൈപ്പാണ് പേ മെഷീനൊക്കെ. അതുകൊണ്ട് നമ്മൾ ക്യാഷ് വെച്ചിട്ട് പോലീസിനെ വിളിച്ച് പറയാനങ്ങനെ പതിവ്, അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് അങ്ങനെ. ഏതായാലും പൈസ ചിലവില്ലാതെ ഈ പണി നടക്കില്ല, അത് എല്ലാവരും പറയാം. ഞാൻ ആദ്യത്തോട്ടാണ് ഈ പണി ചെയ്യുന്നത്. ഇവിടെ പിന്നെ നമുക്ക് അതിനായിട്ടൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കണം. റിസ്ക് ഉണ്ട് ഈ പണിക്ക്, നല്ല റിസ്ക്കുള്ള പണി തന്നെയാണ്. നിങ്ങൾ ആ സിനിമയിൽ കണ്ട പോലെ തന്നെ റിയൽ ലൈഫ് ചെയ്യുമ്പോഴും അത്യാവശ്യം നല്ല റിസ്ക്കുള്ള പണി തന്നെയാണ്. ചില സിറ്റിയിലൊക്കെ ഇപ്പം പോലീസിൻ്റെ, അതായത് ഇത് നമ്മുടെ ഇതിന് ചെയ്യാണ് കമ്പനി വക. മറ്റേത് ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ ചെയ്യുമ്പോൾ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടാവും. അത് ശരിക്കൊരു ഇതാണ്. നമ്മൾ ഗവൺമെൻറ്റിൽ പോയാൽ പോലീസ് പ്രൊട്ടക്ഷൻ, ഗവൺമെൻറ്റിലല്ലെങ്കിൽ പോലീസ് കേസ്. അത് ശരിക്കും എന്ത് നിയമമാണെന്ന് എനിക്ക് മനസ്സിലാകത്ത്. അല്ലെങ്കിൽ ഇത് ബാനാക്കണം ഈ സംഭവം. സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഈ സംഭവം ബാനാക്കണം. അപ്പോൾ അത് അടുത്തൊരു ചെക്ക് പോസ്റ്റുകളുണ്ട്, അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് നിക്കുബ്രോൻ്റെ ഷെഡിലേക്ക് എളുപ്പമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ഷെഡിലേക്ക് നിർത്തുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറേ സീക്രട്ട് സ്ഥലങ്ങളുണ്ട്, പക്ഷേ അവിടെ ഒരു വലിയൊരു ട്രെയിലറുണ്ട് അണ്ടർഗ്രൗണ്ടിൽ, അതിൻ്റെ ഉള്ളിലേക്കാണ് ഇനി ഇത് ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം അടുത്ത ചെക്ക് പോസ്റ്റ് ഇവിടെ പിന്നെ നമ്മൾ നേരത്തെ ചെയ്യുന്നതിൻ്റെ ബാക്കിയാണ്, നേരത്തെ കൊടുത്തതിൻ്റെ. അതുകൊണ്ട് ഈ ചെക്ക് പോസ്റ്റ് സിമ്പിളായിട്ട് തുറക്കും ആണെങ്കിൽ തോന്നും അത് തുറക്കും. അത് പിന്നെ പോലീസുകാരന്മാർ അങ്ങനെയാണല്ലോ, കേരള പോലീസാണല്ലോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമുക്കിത് ഷെഡ് എത്താനായി, ഷെഡ് എത്തിയെന്ന് തന്നെ പറയാം. അപ്പം സ്പിരിറ്റിനെ അവിടെ കൊണ്ടുപോയി വെച്ചാലേ ഒരു സമാധാനമുള്ളൂ. ഇതുവരെ എത്തി പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ എത്തിച്ചാലേ നമുക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടും. അതുപോലെ നമ്മൾ ഷെഡിലേക്കുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ടണൽ പോലെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവരുടെ ഷെഡ്, കാരണം ഈ ഒരു ഡിസൈൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം. കുറേ സ്പേസും ഉണ്ട് കേട്ടോ ഇവിടെ, കാരണം ഇവിടെ കുറച്ചൊരു മലേൻ്റെ മുകളായതുകൊണ്ട് ഇവിടെ വേറെ കമ്പനി ഒന്നുമില്ല. ഒരു മല വാങ്ങിയതുകൊണ്ട് ഒരു ഇടിച്ച് നിരത്തിയതാണ് ഈ മുകൾ ഭാഗം. അപ്പം നമ്മൾ വന്നിടത്തുനിന്ന് തന്നെ യാത്ര തുടങ്ങിയിടത്തുനിന്ന് തന്നെ യാത്ര അവസാനിപ്പിച്ചു. നികുബ്രോൻ്റെ വണ്ടി യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങോട്ട് കുറച്ച് ബ്രേക്ക് നിർത്താം. ഇവിടുന്ന് കുറച്ച് റീൽസൊക്കെ എടുക്കണം, കാരണം 2 വണ്ടി കുറേ കാലത്തിന് ശേഷമാണ് ലോഡ് എടുക്കാൻ പോകുന്നത്. ലോഡ് എന്തോ ആയിക്കോട്ടെ, പക്ഷേ വേറെ റീൽസ് കൊടുത്തിട്ട് നമുക്ക് നേരെ നിക്കിൻ്റെ ഷെഡ് പോകണം. എന്നിട്ട് നിക്കുബ്രോ ഈ സ്പിരിറ്റൊക്കെ ഒറ്റയ്ക്ക് ലോഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതിനകത്ത് വെച്ച് വേറെ ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം
കുഴപ്പമൊന്നുമില്ല. കാറ്റൊക്കെ ഉണ്ട്, ടയറിന് ബമ്പറൊന്നും കുഴപ്പമില്ല. ലോഡ് ഇതാ ഫുൾ കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് കടലൊക്കെ കാണാം ഇവിടുന്ന്. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ. അതാണ് എനിക്കിത് ഇഷ്ടമുള്ള വേറൊരു കാരണം. ഓക്കെ ബൈ എല്ലാവർക്കും.